ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണത്തിന് മുന്നോടിയായിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വിളഞ്ഞ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി രണ്ടായിട്ട് മുറിച്ച് വെളുത്തുള്ളി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി കടുക്, പിന്നെ ഉലുവ, പിന്നെ കായപ്പൊടി. അപ്പോൾ നമ്മൾ ഈ അച്ചാറിൽ വിനാഗിരി ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കാം. ഞാൻ എണ്ണ ചൂടായെന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് അത് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് നമുക്കിനി ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം. അത് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വെള്ളുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളുള്ളി കുറച്ച് സമയം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ഈ എണ്ണയൊന്ന് കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്ക്, ഒരുപാട് തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടിയുടെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് എണ്ണയിൽ വഴറ്റാം. ഞാനിതിൽ ഇച്ചിരി കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കറിവേപ്പില കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്നും വലിയ ചൂടില്ല, എന്നാലും ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇട്ടതില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട്, നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത് എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മാങ്ങയാണ്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് ഉപ്പ് ഇച്ചിരി മതിയാകും, ചിലർക്ക് ഒത്തിരി വേണം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ ഗ്യാസ് ഓണാക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങ ഒത്തിരി വെന്ത് പോകണ്ട. നമുക്കൊന്ന് മാങ്ങയൊന്ന് ചൂട് കയറ്റിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പൊടികളൊക്കെ ചേർത്തത്. ഞാൻ നല്ല എരിവുള്ള പൊടിയായതുകൊണ്ട്, അതായത് മുളക് പൊടി ആയതുകൊണ്ട് 2.5 സ്പൂണേ ചേർത്തിട്ടുള്ളേ. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മാങ്ങ കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചായിരുന്നു. ഇനി നമ്മൾ അവസാനമായിട്ടാണ് ഇതിനകത്തോട്ട് നമ്മുടെ കായപ്പൊടി ചേർക്കുന്നത്. നമ്മളൊരിച്ചിരി കായപ്പൊടിയെ ചേർക്കുന്നുള്ളേ. കായപ്പൊടി വീഴുന്നില്ല, നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മൾ ഇത്രയും കായപ്പൊടിയെ ചേർക്കുന്നുള്ളേ, കുറച്ച് മതിയാകും. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നമ്മുടെ അച്ചാർ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
അപ്പം നമ്മൾ ഒത്തിരി ദിവസമൊന്നും ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാത്തത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.